28-30 കിലോമീറ്റർ അടുത്ത് മൈലേജ് വരുന്നുണ്ട്. ടാങ്ക് ഹോൾഡ് ചെയ്തേക്കുന്ന ഡിക്കിൽ തന്നെയാണ്. നോർമൽ നമുക്കൊരു 307 ലിറ്റർ ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയത്. അപ്പോൾ അത് ഫ്യൂവലിൽ പെട്രോളിലും ഉണ്ടാകുന്ന പവർ ആയിരിക്കത്തില്ല, CNG ചെറിയ ടൊയോട്ടയുടെ ഹാഷ് ബാക്ക് സെഗ്മെന്റ് വരുന്ന ടൈസർ എന്ന് പറയുന്ന സെഗ്മെന്റ് വണ്ടി ആയിരുന്നു. K&K ഓട്ടോമൊബൈൽസ് ബൈ HR എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ടൊയോട്ടയുടെ ഹാഷ് ബാക്ക് സെഗ്മെന്റ് വരുന്ന ടൈസർ എന്ന് പറയുന്ന സെഗ്മെന്റ് വണ്ടി ആയിരുന്നു. ഇപ്പം ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉണ്ട്. പെട്രോളും CNG കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വണ്ടിയായിരുന്നു. ഇത് വരുമ്പോഴത്തേക്ക് ബേസ് മോഡൽ വണ്ടിയാണ്. ഈ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസ് വേരിയന്റ് വണ്ടിയിലെ CNG മോഡലായത്. ഇതെന്ന് വെച്ചാൽ CNGയും ഫ്യൂവലും ഉണ്ട്, പെട്രോളും CNG ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്താ ഒരു സ്വിച്ച് വെച്ച് കമ്പനി ഇത് ചെയ്യും. CNG വേണ്ടപ്പോൾ CNGയിലോട്ട് സ്വിച്ച് ചെയ്യാം, പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്യാം. അങ്ങനെ മൈലേജിന്റെ ഫാക്ടർ പറയുകയാണെങ്കിൽ പെട്രോളാണെങ്കിൽ ഒരു 21 കിലോമീറ്റർ അടുത്ത് മൈലേജ് നമുക്ക് 21-22 കിലോമീറ്റർ മൈലേജ് വരുന്നു പെട്രോൾ. ഇത് നേരെ CNGയിലോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഇത് 3 വേരിയന്റ് വരുന്നുണ്ട്, 4 വേരിയന്റ് വരുന്നുണ്ട്. ഒന്ന് ടൈസർ, പിന്നെ ഗ്ലാൻസ, റുമിയോണ്, ഹൈറൈഡർ, നിയോ ഡ്രൈവ്. അതിനകത്തെല്ലാം ഈ CNGയുടെ ഓപ്ഷൻ ഉണ്ട്. CNG പ്ലസ് പെട്രോളിന്റെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ CNG മോഡലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ബൂട്ട് സ്പേസ് പോകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു 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 ഇതുണ്ടാവും. എന്ന് വെച്ചാൽ ഇത് ബ്ലാസ്റ്റ് ആവുമോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് എന്താണ്? CNG എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് ഹോൾഡ് ചെയ്തേക്കുന്ന ഡിക്കിൽ തന്നെയാണ്. നോർമൽ നമുക്കൊരു 307 ലിറ്റർ ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയത്. അപ്പോൾ കാണിച്ചു തരാം. ഇത് ഡിക്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇച്ചിരി സ്പേസ് അതിനകത്ത് കുറയും. അപ്പോൾ ചേട്ടാ ഇതിൻ്റെ ബൂട്ട് സ്പേസിന് എങ്ങനെയാണ് ഇതിനെ നമ്മൾ എഫക്ട് ചെയ്യുന്നത്? സ്പേസ് അഫക്ട് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് നോർമൽ ഒരു 307 ലിറ്ററിനടുത്ത് ബൂട്ട് സ്പേസ് ഉള്ളതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിലിണ്ടറും സ്റ്റെപ്പിനും ഇവിടെ ഹോൾഡ് ചെയ്തേക്കുന്നുണ്ട്. ഈ ബാലൻസ് സ്പേസിലേക്ക് നമുക്ക് എന്തെങ്കിലും വെക്കാനേ പറ്റത്തുള്ളൂ, അങ്ങനെ വെക്കാനുള്ള സ്പേസ്. ഇതിന്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ നേരം നമ്മൾ എന്തെങ്കിലും സേഫ്റ്റിനെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഫില്ല് ചെയ്യാൻ പറയുന്ന ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരകത്തിരിക്കരുത്, പുറത്തിറങ്ങി നിൽക്കണം, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഫില്ല് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിന്റെ ഫില്ല് ചെയ്യുന്ന ഗേജിന്റെ നോബ് എന്തെങ്കിലും തുറന്ന് കിടക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് ആകത്തില്ല. അതൊരു സേഫ്റ്റി ഫാക്ടർ തന്നെ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സിലിണ്ടർ 3 വർഷം ഒരിക്കൽ നമുക്ക് ഇതിന്റെ സേഫ്റ്റി സൈഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ സിലിണ്ടറും ചെക്ക് ചെയ്യണം. ഇവിടെ അല്ലാതെ നമുക്ക് അതിന് ഗവൺമെന്റ് സർട്ടിഫൈഡ് സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ 3 വർഷം ഒരിക്കൽ ഒരു സേഫ്റ്റി സെൻസിങ് ഉണ്ട്, ചെക്ക് ചെയ്തിരിക്കും. അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക്. വേറെ എന്ന് വെച്ചാൽ ഇത് kg കണക്കില്ല ഇത് ഫില്ല് ചെയ്യുന്നത്. ഇത്ര kg 8 kg അങ്ങനെ വരുന്നത്. ഇപ്പൊ ലിറ്റർ മൈലേജ് വരുമ്പോൾ ഏകദേശം ഒരു നമുക്കൊരു 28-30 കിലോമീറ്റർ അടുത്ത് മൈലേജ് വരുന്നുണ്ട്. അത്രയും മൈലേജ് വരുന്നുണ്ട്. ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാല്യൂ ഫോർ മണിയാണ്. കാരണം ഇതിന് kgക്ക് ഏകദേശം വില വരുന്ന ഒരു 80-90 രൂപയുടെ അടുത്ത് കിലോയ്ക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്യൂൽ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. ഇത് ഫ്യൂവലിൽ ഓടും വണ്ടി. ആദ്യം ഇനിഷ്യൽ മൂവ്മെന്റ് എല്ലാം ഫ്യൂവലിലായിരിക്കും, പെട്രോളിലായിരിക്കും. പിന്നെ ബാക്കിയാണ് CNGയിലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യാൻ നമുക്ക് സ്വിച്ച് വെച്ച് സ്വിച്ച് ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ വേരിയേഷൻ ഉണ്ടാവും. അതായത് ഫ്യൂവലിൽ പെട്രോളിലും ഉണ്ടാകുന്ന പവർ ആയിരിക്കത്തില്ല, CNGയിലോട്ട് ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. മൈലേജിന്റെ കാര്യം നോക്കുമ്പോൾ അത് ലാഭമായിരിക്കും. സിറ്റിയിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ വർത്താണ്. ഇതിനകത്ത് വേണ്ട ഫീച്ചേഴ്സും അല്ലാതെ ഉണ്ട് നമുക്ക്, ഫീച്ചർ എല്ലാം ഉണ്ട് താൻ. പിന്നെ ഈ പറഞ്ഞ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈലേജാണ്, ഫ്യൂവൽ എക്കണോമിയാണ്. ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ലാഭമാണ് വണ്ടി. സിറ്റി ഡ്രൈവ് പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര വർത്തായ വണ്ടി. കാരണം നമ്മൾ ആ ഒരു സെക്ടർ പിന്നെ കൂടുതൽ CNGയുടെ സേഫ്റ്റിയുടെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇഷ്ടംപോലെ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ എറണാകുളം പോലത്തെ സിറ്റിയിലൊക്കെ പറഞ്ഞ യൂബർ വണ്ടികളൊക്കെ കൂടുതലും CNG. ടാക്സി സെഗ്മെന്റ് മൊത്തം CNGയിലോട്ട് സ്വിച്ച് ചെയ്തത് അവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ കിലോമീറ്ററുകളോളം ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിയിൽ അങ്ങനെ സേഫ്റ്റിയുടെ പ്രശ്നമൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കമ്പനി ഫിറ്റഡ് ആണ് ഈ ഐറ്റംസ് എല്ലാം. കമ്പനി അതുപോലെ ചെക്ക് ചെയ്തിട്ട് ഈ സാധനം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ CNG വണ്ടിയുടെ സേഫ്റ്റിനെ പറ്റിയുള്ള ഒരു ഡൗട്ട്. അതിപ്പോൾ എന്തായാലും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരിക്കും വരുന്നത്? ഓൺ റോഡ് പ്രൈസ് ഏകദേശം 10 lakhs അടുത്ത് വരുന്നുണ്ട്. 10 ലക്ഷം രൂപ അടുത്ത്. CNG ആയതുകൊണ്ട് നോർമൽ ആണ് ഒരു 9.35 അത്ര ഓൺ റോഡ്. CNG ഇല്ലാത്ത മോഡൽ ഓൺ റോഡ് പ്ലസ് ആക്സറീസ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഓൺ റോഡ് ഇല്ല. ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതായത് മാസം എടുക്കുന്നതനുസരിച്ചിരിക്കും. ഡിപ്പെൻസ് ഓൺ മന്ത്. ഓൺ ടൈമാണ് ഇത്ര രൂപ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കമ്പനി അനൗൺസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് എല്ലാം.
അതല്ല ഇതിനും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇതിന് പ്രൈസ് വരുമ്പോഴത്തേക്ക് മറ്റു വണ്ടിയേക്കാൾ 1 ലക്ഷം രൂപയുടെ അടുത്ത് മേളിൽ വ്യത്യാസം വരും CNG ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഓഫേഴ്സ് ഇപ്പോൾ 1 ലക്ഷത്തിന് അടുത്ത് ഉണ്ടോ? അങ്ങനല്ല, 1 ലക്ഷം രൂപ എന്ന ടോട്ടൽ ബെനിഫിറ്റ് ആയിരുന്നു. അതായത് ഡിവിഷൻസ് ഉണ്ട്. ഓണം ഓഫർ, ക്യാഷ് ഡിസ്കൗണ്ട് ഇത്ര, പിന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണ് ഇത്ര ഡിസ്കൗണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ബോണസ്, എക്സ്റ്റൻഡ് വാറണ്ടി, ആക്സസറീസ്, അങ്ങനെ ഡിവിഷൻസ് ഉണ്ട് ഓഫർ. എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ ഒരു കസ്റ്റമർ ബെനിഫിറ്റ് ഇത്രയും വരും. 1,12,000 ഇൻക്ലൂഡിംഗ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമായിട്ടല്ല വരുന്നത്, ഇത് ടോട്ടൽ ബെനിഫിറ്റ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വേരിയന്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് വരുന്നത്. വേണ്ട ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിയിൽ വരുന്നുണ്ട്, ബേസ് മോഡലോട്ട് വരുന്നുണ്ട്. പിന്നെ ആഡ് ഓൺ വെച്ചാൽ മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് കാണത്തില്ല, ബേസ് മോഡൽ ആയതുകൊണ്ട് അത് നമ്മൾ എക്സ്ട്രാ ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വലുതായിട്ടൊന്നും ചെയ്യേണ്ട, ഒരുവിധം മ്യൂസിക് സിസ്റ്റം കുറച്ച് ഐറ്റംസ് ചെയ്താൽ തന്നെ ഒരു വണ്ടി അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കണ്ടീഷൻ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.